ഇവിടുത്തെ ഡോക്ടർ എവിടെ? എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഡോക്ടർ യെസ് പറയൂ. നമസ്കാരം, ഞാൻ പെരിങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഓക്കെ, പ്രസിഡന്റ് പറയൂ. ഇയാൾ വയലന്റ് ആണ്. ഡോക്ടർ വിശദമായിട്ടൊന്ന് പരിശോധിക്കണം. ഇവിടെ എത്ര അന്തേവാസികളുണ്ട്? അവർക്കൊക്കെ ബിരിയാണി ഞാൻ പറയാൻ പോരാ. എൻ്റെ ഡോക്ടറെ എനിക്കല്ല ഭ്രാന്ത, അയാൾക്കാ. ഇലക്ഷനിൽ തോറ്റ് ഭ്രാന്തായതാ. പഞ്ചായത്ത് പ്രസിഡന്റ് ആവേണ്ട ആളാ. ഓക്കെ, ഇലക്ഷന് 500 ആൾക്ക് ബിരിയാണി വെച്ച് കൊടുത്ത് ആകെ കിട്ടിയത് 10 ഉണ്ട്. അങ്ങനെ കഴിയുന്നു പോയതാ. ഇവിടെ ഇപ്പോൾ ബെഡൊന്നും ഒഴിവില്ല. ഞാൻ പേഷ്യൻറ്റിനൊക്കെ കണ്ടിട്ട് വന്നിട്ട് പറയാം. ഫോളോ ചെയ്തിട്ടില്ല എന്നെ? ആണ്ടല്ലോ. പിന്നെ എന്താ അത് റീച്ച് ആവാത്തത്? സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാതെ സമനില തെറ്റിയതാ. ഇതിനൊക്കെ ഭ്രാന്താവൂ? കണ്ടന്റിന് വേണ്ടിയിട്ടേ അച്ഛനെ കിണറ്റിലേക്ക് തള്ളിയിട്ട് അത് AI പറഞ്ഞിട്ട് റീച്ചും കിട്ടിയില്ല. അപ്പൊ അച്ഛനോ? അച്ഛൻ തട്ടിപ്പോയി. ഇതാ ഒരുത്തൻ ക്രിക്കറ്റ് കളിച്ചപ്പോഴെന്തായതാ. സാറ് നേരത്തെ റണ്ണൗട്ടല്ലോ. അത് 6ആ. ഇത് പഴയ ബാറ്റാണല്ലോ. എൻ്റെ ഒരു ബാറ്റ് പഞ്ചായത്തിൽ ഒരു പുതിയ ബാറ്റ് പാസ്സാക്കി പുതിയ ബാറ്റ്. ഇതൊന്നും വലിയ കുഴപ്പമില്ലാതിരിക്കണ്ടല്ലോ. റഫീഖേ, എന്തെങ്കിലും മാറിയിരിക്കുന്നു? സാറേ, എനിക്കെൻ്റെ കുടുംബത്തിനെ കാണണം. നമുക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടോ? ഇല്ല ഡോക്ടറെ, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തണം. ഓക്കെ, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഞാൻ മറ്റുള്ളവരൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഇവനെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യും. നിങ്ങളാളെ ഇന്ന് അഡ്മിറ്റ് ചെയ്യാം. ഡോക്ടറെ, ഡോക്ടർ അവരെ കാണാൻ എങ്ങനെ പോണ്? അവരിവിടെ തന്നെയല്ലേ, ഞാൻ നടന്നു പോയിട്ട് വരും. എന്തിനാ ഡോക്ടർ നടന്നു പോണ്? അത് ഞാൻ അവിടെ അല്ലേ. അപ്പൊ നിങ്ങൾ വണ്ടി കയറിക്കേ. അയ്യോ, ചതിച്ചു. എന്ത് പറ്റി? അയാളുടെ ഭ്രാന്ത് മാറിയിട്ടില്ലേ? അതൊന്നുമല്ല, അവർ 4 ആളും ഹെൽമെറ്റ് ഇല്ലാതെ പോയിരിക്കുന്നത്. ഇതൊന്ന് പിടിച്ചതെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നിന്നാലേ ശരിയാവില്ല. ഇക്കും കൂടി ഭ്രാന്താവുള്ളൂ.